കുട്ടി പോയിക്കോ. ഇങ്ങനെയുള്ളവരുടെ കൂടെ കൂടിയ വീട്ടിൽ നിന്ന് വഴക്കൂട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്നോളാം. കുട്ടി പോയിക്കോ. ഞങ്ങളെല്ലാരും കൂടെ ഒന്ന് കൊന്നതാ. അയ്യോ, നീ എന്റെ മോളാടാ, എന്റെ പൊന്നു മോള്. എനിക്ക് കൊല്ലാനാവില്ലടാ. നീ എന്താ അകത്ത് വരാതെ ഇവിടെ വന്നിരിക്കുന്നേ? അയ്യോ, എവിടെ നിന്റെ പാദസരം? അത് വാങ്ങി തന്ന ആള് തന്നെ ഇല്ലാതാക്കി. എന്താ ഉണ്ടായേ? കൂടെ പണിയെടുക്കുന്ന ആ തടിമാടല്ലേ ജോസഫ്. ഞാൻ വരുമ്പോ കവല കിടന്നയാളുടെ തല്ല് വാങ്ങി കൂട്ടുവരുന്നു. ഞാൻ കാല് പിടിച്ച അയാളിന്ന് രക്ഷിച്ച്. അതിനിടെ പാദസരവും പോയി. എന്നിട്ട് ആളെവിടെ? പാതി വഴി വരെ കൊണ്ടുവന്നു. ചാരായക്കടയുടെ മുന്നിലെത്തിയപ്പോ മട്ടുമാറി. എനിക്ക് ചിലത് പറയാനുണ്ട്. ഒരുപാട് ആലോചിച്ച് ഞാനെടുത്ത തീരുമാനമാണ്. എതിര് പറയണ്ട. എതിര് നിന്നാൽ ഇവിടെയുള്ള എല്ലാറ്റിനും വിഷം കൊടുത്ത് ഞാനും ചാവും. വേറെ പെണ്ണ് തേടി അലയണ്ട. നിങ്ങൾ കലയെ കെട്ടണം. ഞാനവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ ഇങ്ങനെ കണ്ടോണ്ടിരുന്നാൽ മതി. ഞാനിവിടെ എവിടെയെങ്കിലും ഒതുങ്ങിക്കോളാം. എതിര് പറയരുത്. നിനക്ക് ഭ്രാന്തായോ? എന്റെ മനസ്സിൽ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുള്ള സ്ഥാനം എന്താ നിനക്കറിയാമോ? ഈ കൈകളിൽ കിടന്ന് വളർന്ന കുഞ്ഞാവള്. നാട്ടുകാരും മാധവൻ ഡോക്ടറും സാറുമാരും എല്ലാം അവളുടെ ഭാവിയെ കുറിച്ച് പറയുന്നത് എന്താ? നീ അവളെ കുറിച്ച് ഒരു സ്വപ്നവും കാണാറില്ലേ? സ്വപ്നം മണ്ണാങ്കട്ടം. മിണ്ടരുതാ കാര്യം. സ്വപ്നം കാണണം പോലും. ഒന്നോർത്തോ, നീല വെറുവാക്ക് പറയാറില്ല. എന്താ മോനെ ഇത്?
പരീക്ഷയ്ക്ക് മുമ്പ് പോർഷൻസ് തീർന്നാ മതിയായിരുന്നു. നീ എന്തേ ആലോചിക്കുന്നേ? ഇല്ല, ഒന്നുമില്ല. ആ മാലതി ട്യൂഷന് പോണ കാര്യം നീ അറിഞ്ഞില്ലല്ലോ. അപ്പുറത്തെ ക്ലാസ്സിലെ മീനാക്ഷി പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. അതെയോ? അവൾ ഇനി ട്യൂഷനൊക്കെ പോയി നല്ല മാർക്ക് മേടിക്കും. നമ്മുടെ കാര്യം ആലോചിക്കുമ്പോഴാ. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ദിവസം 2 വിഷയം വെക്കാതിരുന്നാ മതിയായിരുന്നു. ഇംഗ്ലീഷാ എനിക്ക് പ്രശ്നം. നിനക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ, നോട്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട്. കണക്കിന് നോട്ട്സ് എനിക്കൊന്ന് തയ്യാറാക്കണം. ഞാനും കൂടി വരാപ്പോ. മോള് ചേച്ചിയെ വെറുക്കോ? ചേച്ചി എനിക്ക് അമ്മ തന്നെയല്ലേ? എൻ്റെ മോള് നല്ല കുട്ടിയാ. നീ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുക. ചേച്ചി എന്നും മോളുടെ കൂടെ ഉണ്ടാവും. ഒന്നുകൊണ്ടും വിഷമിക്കരുത്. കുറച്ച് ദിവസം കഴിഞ്ഞ എന്നെ സ്കൂളിലേക്ക് വിടോ? ഇല്ല ഇല്ല, വേണ്ട മോളെ. ജീവിതത്തിലും വലിയ സ്കൂളില്ല. ഞാൻ സ്കൂൾ ഫസ്റ്റ് ആവണമെന്ന് ചേച്ചി തന്നെയല്ലേ ശാഠ്യം പിടിച്ചിരുന്നത്? അതൊക്കെ ശരിയാ. എൻ്റെ മോള്
ജീവിതത്തിൽ ഒന്നാമതായ മതി. ചേച്ചിയെ പോലെ തോറ്റുപോകരുത്. നീ പഠിപ്പും വിവരമുള്ള കുട്ടിയല്ലേ? ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാ. അച്ഛനെ പോലെയല്ലേ കണ്ടിട്ടുള്ളൂ. ഇനി നീ അങ്ങനെ പറയരുത്. അയാള് നിന്റെ ഭർത്താവാ. നീ വാ, എഴുന്നേക്കടി. ഇന്ന് നിങ്ങൾ ജോലിക്ക് പോകണ്ട. നിങ്ങൾ രണ്ടാളും ടൗണിൽ പോയി ഒരു സിനിമയൊക്കെ കണ്ടുവരും. അപ്പോഴേക്കും ഞാൻ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കാം. ഇന്ന് 2-3 ലോഡ് കയറി പോണ്ട ദിവസമാണ്. ഓ, അവിടെ വേറെ എത്രയോ പണിക്കാരുണ്ടല്ലോ. നിങ്ങൾ ഒരു ദിവസം പണിക്ക് പോയില്ലെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? എത്ര നാൾ ജോലി കളഞ്ഞ് നടന്നു. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയില്ലേ? ഇന്നെന്തായാലും പോണ്ട. നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വരൂ. അങ്ങനെ അതും സംഭവിച്ചു അല്ലേ? ഭരതന് വല്ലാത്ത നെഞ്ചു നീറ്റില്ല.
അത് വേണ്ടായിരുന്നു. നീല മനസ്സിലാക്കിയിട്ടുണ്ടോ ആ കുട്ടിക്ക് അവൻ്റെ മനസ്സിലെ സ്ഥാനം എന്താണെന്ന്? പിന്നെ അവൻ എല്ലാ കാര്യവും എന്നോട് പറയാറുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത്? എൻ്റെ കാര്യം എന്താ ചിന്തിക്കാത്തത്? പുകഞ്ഞു നടക്കാൻ എനിക്കിനി വയ്യ. അല്ലെങ്കിൽ വഴിയാതാരാവുമായിരുന്നില്ലേ ഞങ്ങള്? കരയുന്നില്ല എന്ന് വെച്ച് മറിച്ച് ചിന്തിക്കരുത്. കരയാത്തോരാ ഏറ്റവും കൂടുതൽ കരയണത്. പുറത്തേക്കല്ലാന്ന് മാത്രം, അകത്തേക്കാ. അത് ഞാൻ ഒന്ന് നിരീച്ച് പറഞ്ഞതല്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല. കാളിമുത്തി ഉണ്ടാവും എനിക്കൊപ്പം, അതെനിക്ക് ഉറപ്പാ.